കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് മലയോര മേഖലയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം, കേളകം മൂർച്ചിലക്കാട്ട് മഹാദേവി ക്ഷേത്രം, കണിച്ചാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ 5 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ബാവലി പുഴയോരത്ത് പ്രത്യേക ഷെഡുകളും വെളിച്ച സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. 3000 മുതൽ 5000 വരെ ഭക്തജനങ്ങളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പുഴയോരത്ത് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ അറിയിച്ചു. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ കാലന്തോറും നടത്തിവരാറുള്ള കർക്കിടക വാവുബലി ദർപ്പണം നാളെ രാവിലെ 5 മണി മുതൽ വാവലിക്കര പുഴയുടെ തീരത്ത് സ്നാനഘട്ടത്തിൽ ഒരുക്കിയ പ്രത്യേക പന്തലിൽ വെച്ച് നടക്കുന്നതാണ്. ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ മുൻകരുതലും ദേവസ്വം സ്വീകരിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് വാവലിപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുഴ ശാന്തമാണ്. മഴ കുറച്ച് മാറി നിന്നുകൊണ്ട് നമ്മൾ എന്നിരുന്നാലും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ സഹായം ഇതിനു വേണ്ടി തേടിയിട്ടുണ്ട്. വർഷങ്ങളായി വാവുബലി തർപ്പണം ഇവിടെ നടന്നു വരുന്നുണ്ട്. ഏകദേശം 3000-നും 5000-നും ഇടയിലുള്ള ഭക്തജനങ്ങളാണ് ഇവിടെ വാവുബലി തർപ്പണം നടത്തി പോകുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചം, മറ്റ് ബാത്റൂം സൗകര്യങ്ങള്, ബലിതർപ്പണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വരികയാണ്. ബലിതർപ്പണം നടത്തുന്ന ഭക്തർക്കായി ദേവസ്വം വക സൗജന്യ ലഘുഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. കേളകം ശ്രീ മൂർച്ചിലക്കാട്ട് മഹാദേവി ക്ഷേത്രത്തിൽ രാവിലെ 5:30 മുതൽ വാവുബലി ചടങ്ങുകൾ ആരംഭിക്കും. ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും പൂർത്തിയായതായി SNDP ഭരണസമിതി വ്യക്തമാക്കി. കണിച്ചാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ബലിതർപ്പണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം അധികൃതർ അറിയിച്ചു. ഹൈ വിഷൻ ന്യൂസ്, കേളകം.